നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശശീന്ദ്രനും താനും മത്സരിക്കുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ്. ഇക്കാര്യം ശരത് പവാർ തന്നെ ആവശ്യപ്പെട്ടു. നിലവിലെ MLA-മാർ തുടരും. NCP-യിൽ തർക്കങ്ങളില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനം ശശീന്ദ്രൻ തന്നെ മത്സരിക്കുന്നുള്ളതാണ്. കുട്ടനാട് ശശീന്ദ്രനോടാണ് കുട്ടനാട് തോമസ് കെ തോമസ് മത്സരിക്കുന്നത്. അതാ പറഞ്ഞ കുട്ടനാട്ടിലും എലത്തൂരും ആരാണ് നിലവിലെ MLA-മാർ അവർ കണ്ടിന്യൂ ചെയ്യും. പവാർജി ഇങ്ങോട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പല ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുമാണ് മത്സരിക്കുന്നത്. കോട്ടക്കൽ സീറ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ വേണ്ട. തർക്കങ്ങൾ പവാർജിക്കില്ല, സംസ്ഥാന പ്രസിഡന്റിനും ഇല്ല, പിന്നെ ആർക്കാ തർക്കം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, കെ ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേശീയ നേതൃത്വം തന്നെ ശശീന്ദ്രൻ മത്സരിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയായിരുന്നു. പാർട്ടിക്കകത്തെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായോ ശ്രീനാഥ് ചന്ദ്രൻ? TK, 3 പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലാണ് ശരത് പവാർ കേരളത്തിലെ നേതാക്കളെ മുംബൈക്ക് വിളിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് എലത്തൂരിൽ കെ ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാവുന്നതിനെതിരെ ജില്ലാ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തണം, മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കണം എന്നുള്ള നിലപാട് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. രണ്ടാമത്തേത് കുട്ടനാട് സീറ്റിന്റെ കാര്യത്തിൽ അത് CPIM ഏറ്റെടുക്കുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. ആ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ആയിരുന്നു രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം പാർട്ടിക്ക് നേരിട്ട ചില തിരിച്ചടി, അത് നേതൃ രംഗത്ത് തന്നെ മാറ്റം വേണമോ എന്നതായിരുന്നു മൂന്നാമത്തെ കാര്യം. ഈ 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങളിൽ വ്യക്തത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിലൊന്ന്, എലത്തൂരിൽ കെ ശശീന്ദ്രൻ തന്നെ മത്സരിക്കും എന്ന കാര്യം ശരത് പവാർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് പറയുന്നത്. മാത്രമല്ല, കുട്ടനാട് സീറ്റ് ഏതായാലും CPIM-ന് വിട്ടു നൽകാൻ ഉദ്ദേശിക്കില്ല, താൻ തന്നെ മത്സരിക്കും എന്ന കാര്യം ശരത് പവാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നതാണ് തോമസ് കെ തോമസ് പറഞ്ഞത്. അങ്ങനെ നിലവിൽ മത്സരിക്കുന്ന 3 സീറ്റുകളിൽ തന്നെ ഇത്തവണയും NCP മത്സരിക്കും എന്നത് അവർ പറയുന്നു. അതിൽ 2 സീറ്റുകൾ നേരത്തെ മത്സരിച്ച അതേ 2 നേതാക്കൾ തന്നെ മത്സരിക്കാൻ പോകുന്നു. കോട്ടക്കലിൽ നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ പാർട്ടി വിട്ടുപോയതിനാൽ അവിടെ ഇനിയിപ്പോൾ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 3-ൽ കൂടുതൽ സീറ്റുകൾ ഏതായാലും മത്സരിക്കാനുള്ള ആവശ്യവാദം ഉന്നയിക്കാൻ ഏതായാലും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. 3 സീറ്റിൽ തന്നെയായിരിക്കും മത്സരിക്കുക. സംഘടനാ കാര്യത്തിൽ നേതൃതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ എന്തെങ്കിലും ചർച്ചകൾ നടന്നതായുള്ള വിവരം ഇതുവരെയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പക്ഷേ കെ ശശീന്ദ്രൻ ഇന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. TK. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.